പ്രിയമുള്ള കായിക സ്നേഹികളെ, ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞു ഇന്ത്യ ചാമ്പ്യന്മാരുമായി. ഇനി IPL പൂരം. ഈ വരുന്ന മാർച്ച് 22-ാം തീയതി IPL ആരംഭിക്കുവാൻ പോവുകയാണ്. അതിനു മുൻപ് തന്നെ ഡൽഹി ക്യാപിറ്റൽസിന് തിരിച്ചടി. ഇംഗ്ലണ്ട് സൂപ്പർ താരം ഹാരി ബ്രൂക്ക് അദ്ദേഹം ഇത്തവണയും ഡൽഹി ക്യാപിറ്റൽസിനെ ചതിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ തുടർച്ചയായ 2 സീസണുകളിൽ അദ്ദേഹം ലേലത്തിൽ പങ്കെടുത്തതിന് ശേഷം IPLൽ നിന്ന് പിന്മാറുകയായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ മരിച്ചതിന് കാരണമാണ് പിന്മാറിയത്. എന്നാൽ ഇത്തവണ അദ്ദേഹം പിന്മാറിയത് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുവാനായാണ് എന്നാണ് വിശദീകരണം. പക്ഷേ ഇത്തവണ ചെയ്തത് ചതി തന്നെയാണ്. അത്തരത്തിലൊരു തീരുമാനമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ലേലത്തിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നു ബ്രൂക്കിന്. വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ ഡൽഹി ക്യാപിറ്റൽ മറ്റൊരു താരത്തെ ടീമിലെടുത്താനേ. ഏതായാലും നമുക്ക് വാർത്തയിലേക്ക് അടക്കാം. അതിനു മുമ്പ് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലോക ക്രിക്കറ്റിലെ തന്നെ സൂപ്പർ ബാറ്ററാണ് ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക്. അദ്ദേഹം തുടർച്ചയായ 2-ാം സീസണിലും IPLൽ നിന്ന് പിന്മാറി. ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് പിന്മാറിയതോടെ BCCI അദ്ദേഹത്തെ 2 വർഷത്തേക്ക് ബാൻ ചെയ്യാൻ സാധ്യതയുമുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇംഗ്ലണ്ട് പുറത്തായതിനെ തുടർന്ന് ജോസ് ബട്ട്ലർ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായി ടെസ്റ്റ് ക്യാപ്റ്റൻ കൂടിയായ ബെൻ സ്റ്റോക്സിനൊപ്പം 26-കാരനായ ഹാരി ബ്രൂക്കും നെയിം പരിഗണിക്കുന്നുണ്ട്. ഇതോടെ തൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു കുറിപ്പെഴുതിയാണ് ബ്രൂക്ക് IPLൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് പറയുന്നത്. തുടർച്ചയായ 2-ാം സീസണിലും ഡൽഹി ക്യാപിറ്റൽസ് ബ്രൂക്കിനെ 6.25 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരുന്നു. വരാനിരിക്കുന്ന IPLൽ നിന്ന് പിന്മാറാനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ് ഞാൻ എടുത്തത്. ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം അവരെ പിന്തുണയ്ക്കുന്നവരോടും ഞാൻ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. വരാനിരിക്കുന്ന പരമ്പരയ്ക്കായി തയ്യാറെടുക്കുവാൻ ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് ഹാരി ബ്രൂക്ക് കുറിച്ചത്. എൻ്റെ കരിയറിലെ ഇതുവരെയുള്ള തിരക്കേറിയ കാലഘട്ടത്തിന് ശേഷം എനിക്ക് റീചാർജ് ചെയ്യാൻ സമയം ആവശ്യമാണ്. എല്ലാവർക്കും മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം. അവർ അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് ശരിയാണ് എന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നു. എൻ്റെ രാജ്യത്തിനായി കളിക്കുക എന്നതാണ് എൻ്റെ മുൻഗണനയും ശ്രദ്ധയും ഹാരി ബ്രൂക്ക് കുറിച്ചു. കഴിഞ്ഞ സീസണിൽ മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് 2024 IPLൽ നിന്ന് ബ്രൂക്ക് പിന്മാറിയിരുന്നു. 2025-2027 IPL സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് പ്ലെയർ റെഗുലേഷൻ നിയമപ്രകാരം ഒരു കളിക്കാരൻ പിന്മാറിയാൽ 2 വർഷത്തേക്ക് വിലക്ക് നേരിടേണ്ടി വരുമെന്ന് BCCI നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 2025 ജൂണിൽ ഇന്ത്യക്കെതിരായ ഹോം ടെസ്റ്റ് പരമ്പരയ്ക്കും ശേഷം നവംബർ മുതൽ ജനുവരി വരെ ഓസ്ട്രേലിയക്കെതിരായ ആഷസ് പര്യടനവുമാണ് ഇംഗ്ലണ്ടിനെ ഇനി പ്രധാന ക്രിക്കറ്റ് ഇവന്റ്. നിലവിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഇംഗ്ലണ്ടിനെ തിരിച്ചു വരാൻ മികച്ച തയ്യാറെടുപ്പുകളും ആവശ്യമാണ്. അതേസമയം മാർച്ച് 22-നാണ് IPLലെ പുതിയ സീസൺ ആരംഭിക്കുന്നത്. ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് നേരിടുന്നത്.